നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലെബനോനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത് 100-ലധികം റോക്കറ്റുകൾ. കഴിഞ്ഞ മണിക്കൂറുകളിലാണ് നോർത്തേൺ ഇസ്രായേലിൻ്റെ പല മേഖലകളിലേക്കായി ലെബനോൻ്റെ കടുത്ത റോക്കറ്റ് ആക്രമണം ഉണ്ടായത്. ഹിസ്ബുള്ള തൊടുത്തുവിട്ട 100 കണക്കിന് റോക്കറ്റുകളിൽ 1-2 ഒറ്റപ്പെട്ട പ്രദേശത്തേക്ക് വീണതായി ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതേസമയം ആഴ്ചകൾക്ക് ശേഷം ഗാസയിൽ നിന്ന് ഹമാസിൻ്റെ ഒരു റോക്കറ്റ് ആക്രമണവും ഇസ്രായേലിനെതിരെ ഉണ്ടായി. MiG-90 എന്ന് പറയുന്ന റോക്കറ്റാണ് ഹമാസ് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് എന്ന വാർത്തകളും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ 1-2 ആഴ്ചക്കിടയിൽ ഹമാസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഹിസ്ബുള്ളയുടെ 100 കണക്കിന് റോക്കറ്റുകൾ ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനം നിർവീര്യമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഗാസ മുനമ്പിൽ നിന്ന് ഹമാസിൻ്റെ ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടായത്. നമുക്കറിയാം, കഴിഞ്ഞ മാസം മാത്രം 1307 റോക്കറ്റുകളാണ് ഇസ്രായേലിലേക്ക് സിറിയയിൽ നിന്നും ലെബനോനിൽ നിന്നും ഹിസ്ബുള്ള തൊടുത്തുവിട്ടത്. അപ്പോൾ ഒരു ദിവസം ശരാശരി 46ഓളം റോക്കറ്റുകൾ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കുന്നു. അത്രത്തോളം വമ്പൻ ആക്രമണമാണ് ഹൂതികളും ഹിസ്ബുള്ളയും ഹമാസും ചേർന്ന് ഇസ്രായേലിനെതിരെ നടത്തുന്നത്. ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ മേന്മയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. എത്രത്തോളം ശക്തമായ പ്രതിരോധ സംവിധാനമാണ് ഇസ്രായേലിനുള്ളത് എന്നത് ഇതിലൂടെ കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. ആ പ്രതിരോധ സംവിധാനത്തിൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ് ഇസ്രായേലിലെ ജനതയ്ക്ക് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ അവർ സുരക്ഷിതരായി ഇപ്പോഴും ഇരിക്കുന്നത്. ഇറാൻ വീണ്ടും കളത്തിലിറങ്ങി കളിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. ഹിസ്ബുള്ളയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഹിസ്ബുള്ളയ്ക്ക് ആവശ്യമുള്ള ആയുധങ്ങൾ നൽകിക്കൊണ്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള പ്രേരണ നൽകുന്നു. വമ്പൻ ആയുധ ശേഖരങ്ങൾ ഇറാനിലേക്ക് എത്തി എന്നുള്ള ചില രഹസ്യ വിവരങ്ങളും അമേരിക്ക പുറത്തുവിട്ടിട്ടുണ്ട്. ഇറാനിലേക്ക് എത്തിയ ആയുധ ശേഖരങ്ങളിൽ വലിയൊരു വിഭാഗം അവർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഹിസ്ബുള്ളയ്ക്കും ഹൂതികൾക്കും നൽകുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ ഫിലാഡൽഫി ഇടനാഴി വഴിയുള്ള ആയുധക്കടത്ത് നടക്കുന്നില്ല. ഫിലാഡൽഫി ഇടനാഴിയിൽ ഇസ്രായേലി സേന പിടിമുറുക്കിയതോടെ തന്നെ ഈജിപ്തിൽ നിന്ന് ആ ഇടനാഴി വഴി ഹമാസിന് ഗാസയിലേക്ക് എത്തിക്കൊണ്ടിരുന്ന ആയുധക്കടത്തിന് വലിയൊരു തടസ്സം നേരിട്ടു. ഇപ്പോൾ ഹമാസിന് ആയുധങ്ങൾ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രതിരോധത്തിലായി മാറിയിരിക്കുകയാണ് ഹമാസ്. ഹമാസിൻ്റെ തീവ്രവാദി നേതാക്കൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഖാൻ യൂനിസ് മേഖലയിലും അടക്കം ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേലി സേന ശക്തമാക്കുമ്പോഴും തിരിച്ചടിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഹമാസിനുള്ളത്. കാരണം ഹമാസിനെ 4 വശത്തു നിന്നും ചുറ്റിക്കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലി സേന. ഹമാസിലേക്ക് ആയുധങ്ങൾ എത്തിക്കാനുള്ള തുരങ്ക ശൃംഖലകളെ പൂർണ്ണമായും തകർത്തിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഫിലാഡൽഫി തുറമുഖം വഴി ഈജിപ്റ്റ് അതിർത്തി വഴിയാണ് ഇറാനിൽ നിന്നും ഹമാസിൽ നിന്നും ഹൂതികളിൽ നിന്നുമുള്ള ആയുധശേഖരം ഹമാസിനായി എത്തിക്കൊണ്ടിരുന്നത്. ആ ആയുധശേഖരം വച്ചായിരുന്നു ഹമാസ് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തി വന്നിരുന്നത്. എന്നാൽ 2 മാസം മുമ്പ് ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുത്തതോടുകൂടി ഈജിപ്തിൽ നിന്നുള്ള ഇറാൻ്റേതായിട്ടുള്ള ആയുധക്കടത്തിന് പൂർണ്ണമായ തടസ്സം നേരിട്ടിരിക്കുന്നു. ഇപ്പോൾ യഹിയ സിൻവാർ അടക്കമുള്ള ഹമാസിൻ്റെ ഭീകരവാദികളെ കണ്ടുപിടിക്കാനുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഗാസയിൽ നടത്തുന്നത്. ഇസ്രായേൽ സേനയ്ക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഇപ്പോഴത്തെ ഹമാസിൻ്റെ തലവൻ യഹിയ സിൻവാറിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്നാൽ യഹിയ സിൻവാർ ഒരു തരത്തിലുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളോ ടെലിഫോൺ സംവിധാനങ്ങളോ ഉപയോഗിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ യഹിയ സിൻവാറിൻ്റെ ഒളിയിടം കൃത്യമായി കണ്ടെത്താൻ ഇസ്രായേലി സേനയ്ക്കോ മൊസാദിനോ കഴിയുന്നില്ല. മൊസാദിൻ്റെ വമ്പൻ തിരച്ചിൽ, വമ്പൻ ഓപ്പറേഷൻ യഹിയ സിൻവാറിന് വേണ്ടി നടക്കുന്നുണ്ട്. അതേസമയം ഗാസയ്ക്കുള്ളിലുള്ള ഏതോ ബങ്കറുകളിൽ ഇപ്പോഴും സുരക്ഷിതമായിരുന്നു കൊണ്ട് മാളത്തിൽ ഒളിച്ചിരുന്നു കൊണ്ട് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തെ ക്രോഡീകരിക്കുകയാണ് യഹിയ സിൻവാർ എന്നാണ് മൊസാദിൻ്റെ കണക്കുകൂട്ടൽ. അത് കൃത്യമായി മനസ്സിലാക്കിയാണ് ഗാസ സ്ട്രിപ്പിൽ ശക്തമായ വ്യോമാക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിയത്. എന്നാൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് അവിടെ ഫർഹാദി എന്ന് പറയുന്ന 72-കാരനായ ബന്ദിയെ ഒരു തുരങ്കത്തിൽ നിന്ന് കണ്ടെത്തിയതോടുകൂടി ഇനിയും കൂടുതൽ ബന്ദികൾ ആ തുരങ്കങ്ങളിൽ ഉണ്ടായിരിക്കാം എന്ന ഒരു കണക്കുകൂട്ടൽ ഇസ്രായേൽ സേനയ്ക്കുണ്ടായിരുന്നു. ആ കണക്കുകൂട്ടൽ ശരിവെച്ചുകൊണ്ടാണ് 2-3 ദിവസം മുമ്പ് ഒരു തുരങ്കത്തിനുള്ളിൽ നിന്ന് 6 ബന്ദികളുടെ മൃതശരീരം കിട്ടിയത്. ആ തുരങ്കത്തിന് സമീപത്തേക്ക് ഇസ്രായേൽ സേന എത്തിയതിന് തൊട്ട് മുൻപ്
ആ ബന്ദികളെ വെടിവെച്ച് കൊന്നുകൊണ്ട് ഹമാസ് ഭീകരവാദികൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ ഒരു കാര്യം ഇസ്രായേൽ സേനയ്ക്ക് മനസ്സിലായി, ഇനിയും ബന്ദികൾ ഈ തുരങ്കങ്ങളിലുണ്ട്. തുരങ്കങ്ങളിൽ ബന്ദികളെ തടങ്കലിൽ വച്ചിരിക്കുകയാണ്. ഈ ബന്ദികളെ വെച്ച് വിലപേശുകയാണ് ഹമാസിന്റെ ഭീകരവാദികൾ. അതുകൊണ്ട് തന്നെ വ്യോമാക്രമണവും ബോംബാക്രമണവുമെല്ലാം പൂർണ്ണമായും നിർത്തിക്കൊണ്ട് കരയുദ്ധം, വലിയ തിരച്ചിൽ ഒക്കെ നടത്താനുള്ള ശ്രമങ്ങളിലേക്ക് പോവുകയാണ് ഇസ്രായേൽ സേന. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ പല രീതിയിൽ ഗാസയിലെ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്നത്. എന്നാൽ ബന്ദികൾക്കടുത്തേക്ക് അല്ലെങ്കിൽ ബന്ദികളെ ഒളിപ്പിച്ചിരിക്കുന്ന ബങ്കറുകൾക്കടുത്തേക്ക് ഇസ്രായേൽ സേന എത്തുന്ന പക്ഷം ആ ബന്ദികളെ കൊലപ്പെടുത്തി രക്ഷപ്പെടാനാണ് ഹമാസിൻ്റെ ഭീകരവാദികൾക്ക് ഹമാസ് നേതൃത്വം ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ അതേസമയം അവശേഷിക്കുന്ന ഹമാസ് നേതാക്കളെ ജീവനോടെ പിടികൂടുകയോ അല്ലെങ്കിൽ കൊന്നൊടുക്കുകയോ ചെയ്യുക എന്ന വമ്പൻ ഓപ്പറേഷനുമായി മൊസാദും ഷിൻബെറ്റും രംഗത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. യഹിയ സിൻവാറാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. യഹിയ സിൻവാറിനെ കണ്ടെത്തുക, ജീവനോടെ പിടികൂടാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത്, ഇല്ലെങ്കിൽ യഹിയ സിൻവാറിനെ കൊന്നു തള്ളുക എന്ന വമ്പൻ ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള ഓപ്പറേഷനാണ് ഇപ്പോൾ മൊസാദ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഗാസയ്ക്കൊപ്പം തന്നെ വെസ്റ്റ് ബാങ്കിലും ടെല്ലവീവിലും ഹമാസ് വേട്ട തുടരുകയാണ് ഇസ്രായേൽ സേന. കഴിഞ്ഞ 12 മണിക്കൂറിനിടയിൽ വെസ്റ്റ് ബാങ്കിൽ മാത്രം 6 ഹമാസ് ബന്ധമുള്ളവരെ, ആയുധധാരികളായ പാലസ്തീനികളെ കൊന്നൊടുക്കി എന്നുള്ള വിവരമാണിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നത്. ടെല്ലവീവിലും വലിയ ഹമാസ് വേട്ട നടത്തുന്നുണ്ട്. അവിടെ IDF-ഉം അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഭീകരവിരുദ്ധ സ്ക്വാഡും ചേർന്നുള്ള വമ്പൻ ഓപ്പറേഷനാണ് നടക്കുന്നത്. ഇതിനിടയിൽ ഇസ്രായേലി ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധവും അലയടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി ടെല്ലവീവിൽ 2000-ലേറെ പേരാണ് IDF-ന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിൽ പ്രതിഷേധിച്ചത്. അവശേഷിക്കുന്ന ബന്ദികളെ ജീവനോട് രക്ഷപ്പെടുത്താനുള്ള നീക്കം ഉടനടി ഉണ്ടാകണം. ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിലപാട് മാറണം. വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാൻ ഇസ്രായേൽ തയ്യാറാകണം തുടങ്ങിയവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ. ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാകുമെന്നും വരും ദിവസങ്ങളിൽ ഇസ്രായേലിൻ്റെ ജനജീവിതം തന്നെ സ്തംഭിപ്പിക്കുമെന്നുമാണ് പ്രതിഷേധക്കാർ വ്യക്തമാക്കുന്നത്. എന്നാൽ ഹമാസിൻ്റെയും അതുപോലെ തന്നെ ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും ഒക്കെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുകയാണ് ഇപ്പോഴും ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെടിനിർത്തൽ ചർച്ചകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോലും ഒരു തരത്തിലുള്ള ഹമാസിന്റെ നിബന്ധനകളും അംഗീകരിച്ചുകൊണ്ടുള്ള വെടിനിർത്തൽ ചർച്ചകൾക്ക് തങ്ങൾ വഴങ്ങില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കില്ല, ഗാസയിലെ ഒരു പ്രദേശത്ത് നിന്നും സൈന്യത്തെ പിൻവലിക്കില്ല എന്ന 2 കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇസ്രായേൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് നിൽക്കുന്നത്. ഗാസയുടെ പൂർണ്ണമായ അധികാരം ഇനിയും കുറേ കാലം കൂടി ഇസ്രായേലിന് തന്നെയായിരിക്കും. യുദ്ധാനന്തര ഗാസയിലും കൃത്യമായ ഒരു സാന്നിധ്യം ഇസ്രായേലി സേനയ്ക്കുണ്ടായിരിക്കും. കാരണം ഹമാസ് എന്ന ഭീകര സംഘടന ഇനി ഒരിക്കൽ കൂടി മുളപൊട്ടരുത് എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടൽ. അതുപോലെ തന്നെ ഫിലാഡൽഫി ഇടനാഴിയിൽ കുറേ കാലം ഇസ്രായേലിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. ഏത് നിമിഷമാണോ ഇസ്രായേലിൻ്റെ സൈന്യം ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് പിൻവലിയുന്നത്, ആ ഘട്ടത്തിൽ ഹമാസിന് വേണ്ടി വമ്പൻ ആയുധക്കടത്ത് അതുവഴി തുടങ്ങും. അത് വീണ്ടും ഇസ്രായേലിന് ഭീഷണി ഉയർത്തുന്നൊരു ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്.